friends, welcome to our channel. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ ഈന്തപ്പഴം അച്ചാറാണ്. നമ്മുടെ ചാനൽ ഇതുവരെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ 1/2 കിലോ, ഈന്തപ്പഴം പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതല്ല ഇനി ഈന്തപ്പഴമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതൊരു 1/2 കപ്പ് എടുത്തിട്ട് കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. കുരുവൊക്കെ കളയണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടും. വറ്റൽമുളക് ഒരു 5 എണ്ണം, കട്ട പെരുങ്കായമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 2 ഇത്രയുള്ള സ്ക്വയർ പീസസ്, അത് നമ്മൾ 2 കട്ട ആവശ്യമായിട്ട് വരും. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നമുക്ക് ആവശ്യമാണ്. ഇതൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾക്ക് ആവശ്യമുണ്ട്. താളിക്കാൻ ആവശ്യമായത് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനിയിപ്പോൾ ഉലുവാപ്പൊടി ഇല്ലാത്തവർ ഒരു 2 ടീസ്പൂൺ ഉലുവ എടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട്, ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു തവയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി. അങ്ങനെ പൊടിച്ചെടുത്ത ഉലുവാപ്പൊടിയാണിത്. ഇത് നമുക്ക് ഒരു 1-1.5 ടീസ്പൂൺ ആവശ്യമായിട്ട് വരും. പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, വെളുത്തുള്ളി ഇതൊരു 8 അല്ലി ഞാനിങ്ങനെ ചെറുതായി നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. വിനാഗിരി അത് നമുക്കൊരു 3 ടീസ്പൂൺ വരെ ആവശ്യമായിട്ട് വരും. ഉപ്പ് ആവശ്യത്തിന്. ഇത് ഒരു 1/2 കിലോ ചെറുനാരങ്ങ ഞാൻ നല്ല കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റീമർ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആവി കൊള്ളിക്കുകയാണ് വേണ്ടത്. നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു 15 മിനിറ്റ് നമ്മൾ ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ആവി വെച്ചെടുത്ത് നാരങ്ങയൊക്കെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഇതൊന്ന് എല്ലാം യോജിച്ച് വരുന്നതിനായിട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ നമ്മൾ ആവി വെച്ചെടുത്ത് നാരങ്ങയൊക്കെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഇതൊന്ന് എല്ലാം യോജിച്ച് വരുന്നതിനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഒരു അച്ചാറുണ്ടാക്കാനുള്ള പാത്രം എടുത്ത് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യണത്. അതൊരു 5-6 ടീസ്പൂൺ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ എണ്ണ കൂടുതൽ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാർ കേടാവാതിരിക്കാൻ അത് സഹായിക്കും. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പെരുങ്കായാണിത്. ഇത് കട്ടക്കായ തന്നെയാണ് ഇടുന്നത്. അത് 2 കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്, ചെറുതായി അരിഞ്ഞതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി എടുത്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 8 അല്ലി വെളുത്തുള്ളിയാണ്, ചെറുതായി നീളത്തിൽ അരിഞ്ഞതാണ്. എല്ലാം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം താത്തി വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. അത്ര ആയാൽ മതി, ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കരുത്. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ചെറു തീയിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല, കരിഞ്ഞു പോകരുത്. ഇനി ഉലുവാപ്പൊടി ഒരു 1.5 ടീസ്പൂൺ എടുത്ത് വെച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു 1/2 കപ്പ് ഡേറ്റ് പേസ്റ്റാണ്, ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഈ സമയം ആഡ് ചെയ്യേണ്ടത്. ഈ സമയം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇളച്ച് വരണം, കാരണം നമുക്കിത് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള അച്ചാറാണ്. അപ്പോൾ നല്ല തിളച്ച് ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. നമ്മളിപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ 1/2 മണിക്കൂർ ഉപ്പിട്ട് മാറ്റി വെച്ച നാരങ്ങയാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ടതാണ്, പക്ഷെ നമ്മുടെ ഗ്രേവിക്ക് ഉപ്പില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ടീസ്പൂണാണ് 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, ഒരു 1/4 കപ്പ് കൂടെ ചെറു തിളപ്പിച്ചാറ്റിയ വെള്ളം ആഡ് ചെയ്യാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമെന്ന് തോന്നുന്നവർ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ എല്ലാം ഓക്കെയാണ്. ഈ കൺസിസ്റ്റൻസിയാണ് എനിക്ക് ആവശ്യം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഇപ്പോൾ നമ്മുടെ അടിപൊളി നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് നല്ലെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.